Good morning, my dear students. Welcome to the online platform of KTCT College of Arts and Science. I am Sufaina, Assistant Professor from the Department of Economics, KTCT College of Arts and Science. Today, I am going to present an interesting paper in economics, that is, Economics of Growth and Development. You already know about the three different modules of this paper, so I am directly move on to the first module, Basic Concepts of Development. Now we are going to discuss with the first area of this module, meaning and definition of economic growth and development. Meaning and definition of economic growth and development. Concept of economic growth and development. The Great Depression of 1930s and Second World War. The Great Depression of 1930s and Second World War were the two major historic events which made radical turns to the study of principles, problems and policies pertaining to economic growth and development. This was perhaps because of independence of most of the Asian and African countries from the colonial slavery. അതായത് 1930s ഗ്രേറ്റ് ഡിപ്രഷനും 1940s സെക്കൻഡ് വേൾഡ് വാർ, ഇത് രണ്ടും ചരിത്രത്തിൽ അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് നമ്മുടെ വേൾഡ് എക്കോണമിയെയും ഉണ്ടായിട്ടുണ്ട്. വേൾഡ് എക്കോണമിയുടെ എല്ലാ മേഖലകളെയും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി ഏരിയാസിലും ഇത് ചേഞ്ചസ് ഉണ്ടാക്കി. അതുവരെ ഉണ്ടായിരുന്ന എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ചിന്താഗതികളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ ഈ രണ്ട് ഇൻസിഡൻസിനും കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരുപാട് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് കൂട്ടത്തോടുകൂടി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അതായത് അതുവരെ യൂറോപ്പിൻ്റെ കോളനികളായിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് ഇൻഡിപെൻഡൻ്റ് ആകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് നമ്മുടെ വേൾഡ് എക്കോണമിയിൽ വല്ലാത്തൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചേഞ്ച് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി ഏരിയാസിലും ഉണ്ടായി. Since then, economists have analytically studied the problems of accelerating development in underdeveloped countries and maintaining development in developed countries of the world. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം മുതൽ എക്കണോമിസ്റ്റുകൾ ചിന്തിക്കാൻ തുടങ്ങിയത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിച്ചത് എങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റ് ചെയ്യാമെന്നാണ്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് എങ്ങനെ ആ കൺട്രീസിൽ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്മെൻറ്റിനെ കൊണ്ടുവരാം. അതായത് അതുവരെ യൂറോപ്പിൻ്റെ കോളനികളായിരുന്നു ആ രാജ്യങ്ങൾ, അട്ടർ ഫെയില്യൂറിലാണ് അവർ. അപ്പോൾ അവരുടെ ഏത് ബെനിഫിറ്റിൽ നിന്ന് ആ എക്കോണമിയുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പാതയെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു എക്കണോമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ അതുവരെയുള്ള ഡെവലപ്മെൻറ്റിനെ ഒരു ദോഷവും ഉണ്ടാക്കാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതുമായിരുന്നു. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇത് രണ്ടിൻ്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി മേഖലകളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അതിനുശേഷം എക്കണോമിസ്റ്റുകൾ എങ്ങനെ എക്കോണമിയിൽ അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയിൽ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഡെവലപ്ഡ് എക്കോണമിയിൽ അതുവരെയുള്ള ഡെവലപ്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നും ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, next we move on to the next part, definition of economic growth and development. First we discuss with a simple and precise definition of economic growth and development by Professor Meyer and Baldwin. According to them, economic development is a process whereby an economy's real national income increases over a long period of time. Economic development is a process whereby an economy's real national income increases over a long period of time. This definition emphasizes on three ingredients of economic growth and development, that is process, real national income and long period. അതായത് ഈ ഒരു ഡെഫിനിഷനിലൂടെ പ്രൊഫസർ മിയറും ബാൽവിനും പറഞ്ഞത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് എന്താ നടക്കുന്നത്? എക്കോണമിയുടെ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും.
സോ ഇതിനകത്തൂടെ നമുക്ക് എംഫസൈസ് ചെയ്യാൻ കഴിയുന്നത് 3 പ്രധാനപ്പെട്ട എക്കോണമിയുടെ ഇൻഗ്രീഡിയൻസിനെയാണ്: പ്രോസസ്, റിയൽ നാഷണൽ ഇൻകം ആൻഡ് ലോങ് പീരീഡ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. അവിടെ എക്കോണമിയുടെ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, പിന്നെ ലോങ് പീരീഡ് ഓഫ് ടൈം. നെക്സ്റ്റ് വി ഡിസ്കസ് വിത്ത് ദ 3 different ingredients of economic development: process, real national income and long period. These 3 ingredients serve the basis of understanding the main concepts of economic growth and development. First one, process. Economic growth and development is viewed as a process which implies a series of changes in social, technological and economic forces. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കാണുന്നത് ഒരിക്കലും എക്കണോമിക് ഫോഴ്സസിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ല, അത് അവരെ കൺട്രിയുടെ സോഷ്യലി ആൻഡ് ടെക്നോളജിക്കലി ഉള്ള ചേഞ്ചസും കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ അവർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും? സോഷ്യൽ ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് എക്കണോമിക് ചേഞ്ചസ്. ഓക്കെ. ദെൻ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് റിയൽ നാഷണൽ ഇൻകം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റിയൽ നാഷണൽ ഇൻകം എന്ന്. റിയൽ നാഷണൽ ഇൻകം റെഫേഴ്സ് ടു ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പ്രസ്ഡ് ഇൻ റിയൽ ടേംസ് ബട്ട് നോട്ട് ഇൻ മണി ടേംസ്. Therefore, it must be viewed as gross national product or net national product. ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിയൽ നാഷണൽ ഇൻകം എന്ന് പറയുക. നമ്മളതിനെ മണി ടേമിലല്ല, റിയൽ ടേമിലാണ് എപ്പോഴും അതിനെ വാല്യൂ ചെയ്യുക. ഓക്കെ. ഇതിന് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നും ഒക്കെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ, തേർഡ് ഇൻഗ്രീഡിയൻറ്റ്, ലോങ് പീരീഡ്. റിയൽ നാഷണൽ ഇൻകം ഷുഡ് നോട്ട് ഓൺലി റൈസ് ഇൻ ദ ഷോർട്ട് പീരീഡ് ബട്ട് ഇറ്റ് മസ്റ്റ് also show an upward trend in the long period to sustain the process of economic development. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സംഭവിച്ചാൽ മാത്രമേ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നിലനിൽക്കുകയുള്ളൂ. അതായത് റിയൽ നാഷണൽ ഇൻകം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇൻക്രീസ് ചെയ്താൽ നമുക്കതിന് ഒരിക്കലും എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ആ ഒരു റിയൽ നാഷണൽ ഇൻകത്തിൻ്റെ ഇൻക്രീസ് സസ്റ്റെയിൻ ചെയ്ത് എക്കോണമിയിൽ നിന്നാൽ മാത്രമേ നമ്മളതിനെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്: ഫസ്റ്റ് വൺ പ്രോസസ്, സെക്കൻഡ് വൺ റിയൽ നാഷണൽ ഇൻകം ആൻഡ് തേർഡ് വൺ ലോങ് പീരീഡ്. ഈ 3 ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പ്രൊഫസർ മിയറും ബാഡ്വിനും അവരുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡെഫിനിഷനായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് വെയർ ബൈ ആൻ എക്കോണമി ഈസ് റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് വി ഡിസ്കസ് other 2 important definitions of economic growth and development. First one by C.P. Kindleberger. According to him, economic development implies both more output and changes in technical and constitutional arrangements by which it is produced. കിൻഡർബർഗിൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ഡെപ്തിലേക്കാണ് അദ്ദേഹം എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ മോർ ഔട്ട്പുട്ട്, ദെൻ ടെക്നിക്കൽ ചേഞ്ചസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്. ഇത് 3 കൂടെ ചേരുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആവുക എന്നാണ് കിൻഡർബർഗിൻ്റെ അഭിപ്രായം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് ബോത്ത് മോർ ഔട്ട്പുട്ട് ആൻഡ് ചേഞ്ചസ് ഇൻ ടെക്നിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ബൈ വിച്ച് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് ഡെഫിനിഷൻ by UNO. This definition provide an different perspectives of economic growth and development. ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അതായത് ഈ ഡെഫിനിഷനകത്ത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ ദിസ് ഡെഫിനിഷൻ ബൈ UNO, development concerns not only man's material needs but also the improvement of social conditions of his life. Development is therefore not only economic growth but growth plus change, social, cultural and institutional as well as economic. യുവിനോട് അഭിപ്രായത്തിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മെറ്റീരിയൽ നീഡ്സ് മാത്രം സാധ്യമായാൽ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ എല്ലാം സോഷ്യൽ കണ്ടീഷനും ഇമ്പ്രൂവ് ആകണം. നെക്സ്റ്റ്
ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, ആ ഗ്രോത്തിൻ്റെ കൂടെ എന്തും കൂടെ ആഡാവണം, ചേഞ്ച് കൂടെ ആഡാവണം. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? സോഷ്യൽ, കൾച്ചറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്കണോമിക്. ഒരു എക്കോണമിയിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകണം, കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാകണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഉണ്ടാകണം, എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്കതിനെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് UNO പറഞ്ഞത്. ഓക്കെ, all these definition emphasizes different aspects involved in the process of economic growth and development. അപ്പോൾ ഇവിടെ പറഞ്ഞത് 2 ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ CP കിൻഡർബർഗൻ, സെക്കൻഡ് വൺ ബൈ UNO. In this section, we discuss with the meaning and definition of economic growth and development. The introduction part, we discuss the importance of 1930s Great Depression and Second World War. Then we discuss meaning of economic growth and development and definition of economic growth and development. We studied 3 different definitions of economic growth and development. First one by Professor Meyer and Baldwin, second one CP Kinderbergen, and last one UNO. I hope all understand today's section. Thank you. Stay home, stay safe.